നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. മണർകാട്ട് നട തുറന്നു. അനുഗ്രഹം ചൊരിഞ്ഞ് അമ്മയെ വണങ്ങി ആയിരങ്ങൾ. നെൽകർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ തുക ഉടൻ നൽകണമെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി. കോട്ടയത്ത് പാടി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ. നാട്ടകം മുളങ്കുഴിയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചത് പാക്കിൽ സ്വദേശി നിഖിൽ. അപകടമുണ്ടായത് ബൈക്ക് നിയന്ത്രണം വിട്ട് ഗ്യാസ് ടാങ്കർ ലോറിയിലിടിച്ച്. വാർത്തകൾ വിശദമായി. വിശ്വാസികൾക്ക് അനുഗ്രഹമായി മണർകാട് പള്ളിയിലെ നട തുറക്കൽ. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഉണ്ണിയേശുവിനെ വഹിച്ചു നിൽക്കുന്ന മാതാവിന്റെ ഛായാചിത്രം വിശ്വാസികൾക്ക് പ്രാർത്ഥനയ്ക്കായി തുറന്നു നൽകുന്നത്. മണർകാട് പള്ളിയുടെ മാത്രം പ്രത്യേകതയാണ് നട തുറക്കൽ ചടങ്ങ്. 8 നോമ്പെടുത്ത് കാത്തിരിക്കുന്ന വിശ്വാസികൾക്ക് അനുഗ്രഹമായി മണർകാട് പള്ളിയിലെ നട തുറക്കൽ. വിശുദ്ധ ദൈവമാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ഛായാചിത്രം ദർശനത്തിനായി തുറന്നു നൽകുന്ന ചടങ്ങാണിത്. ഉച്ചനമസ്കാരത്തെ തുടർന്ന് സുന്നഹദോസ് സെക്രട്ടറിയും കോട്ടയം ഭദ്രാസനാധിപനുമായ തോമസ് മാർ തിമോത്തിയോസ്, കോഴിക്കോട് ഭദ്രാസനാധിപൻ പൗലോസ് മാർ ഐറേനിയോസ് എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു നടതുറക്കൽ ശുശ്രൂഷ നടന്നത്. കത്തീഡ്രലിലെ പ്രധാന മദ്ബഹയിലെ ത്രോണോസിൽ സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ ദൈവമാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ഛായാചിത്രം പൊതുദർശനത്തിനായി വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന ചടങ്ങാണ് നടതുറക്കൽ. ശുശ്രൂഷയിൽ പങ്കാളികളാകാൻ ആയിരക്കണക്കിന് ആളുകളാണ് മണർകാട് പള്ളിയിൽ എത്തിയത്. സ്ലീബ പെരുന്നാൾ ദിനമായ സെപ്റ്റംബർ 14 വൈകുന്നേരം 5 സന്ധ്യാപ്രാർത്ഥനയോടെ നടയടയ്ക്കും. 8 നോമ്പ് പെരുന്നാളിന്റെ ആരംഭ കേന്ദ്രമാണ് മണർകാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പൂർവ്വ പിതാക്കന്മാർക്ക് ലഭിച്ച ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേവാലയം സ്ഥാപിതമായത്. പൂർവ്വ പിതാക്കന്മാർ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റാനും കൂദാശ അനുഷ്ഠാനങ്ങൾക്കും മറ്റുമായി ദേവാലയം പണിയണമെന്ന ആഗ്രഹത്തോടെ ഒരുമിച്ചിരുന്ന് ഉപവാസത്തോടെ പ്രാർത്ഥിച്ചു. 7-ാം ദിവസം അവരോരുത്തർക്കും ദർശനമുണ്ടായി. ഇഞ്ചിയും ചൂരലും പടർന്ന കാട്ടിൽ വെളുത്ത പശുവും കിടാവും കിടക്കുന്നത് കാണുന്ന സ്ഥലത്ത് ദേവാലയം പണിയുക എന്നതായിരുന്നു ആ ദർശനം. ഈ സ്ഥലം അന്വേഷിച്ചിറങ്ങിയ പിതാക്കന്മാർക്ക് ഇപ്പോഴത്തെ വലിയ പള്ളി സ്ഥിതി ചെയ്യുന്നിടത്ത് പശുവിനെയും കിടാവിനെയും കണ്ടെത്തി. അവിടെ മാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും നാമത്തിൽ ദേവാലയം സ്ഥാപിച്ചു. പിതാക്കന്മാർക്ക് ലഭിച്ച ദർശനത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 7 നടതുറക്കൽ ശുശ്രൂഷ നടക്കുന്നത്. നടതുറക്കൽ ചടങ്ങ് മണർകാട് ദേവാലയത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മണർകാട് പള്ളിയിലെ 8 നോമ്പ് പെരുന്നാളിന്റെ ഭാഗമായി പള്ളിയിൽ ഒരുക്കിയിരിക്കുന്ന ദീപാലങ്കാരം ശ്രദ്ധേയമാകുന്നു. ദൃശ്യവിരുന്ന് കാണാൻ വൈകുന്നേരങ്ങളിൽ വിശ്വാസികളുടെ തിരക്കേറുകയാണ്. മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണർകാട് പള്ളിയിലെ 8 നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളിയിൽ ഒരുക്കിയിരിക്കുന്ന ദീപാലങ്കാരം ദൃശ്യവിരുന്നാകുന്നു. പള്ളിയും പരിസരവും പൂർണ്ണമായും ദീപങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. വിവിധ വർണ്ണങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ദീപാലങ്കാരം കാണുന്നതിന് തന്നെ വൈകുന്നേരങ്ങളിൽ വിശ്വാസികളുടെ പ്രവാഹമാണ്. ഉണ്ണിയേശുവിനെയും വഹിച്ചു നിൽക്കുന്ന പരിശുദ്ധ മാതാവിന്റെ രൂപവും അലങ്കാര ബൾബുകളാൽ ഒരുക്കിയിട്ടുണ്ട്. ദീപപ്രഭയാൽ വിളങ്ങുന്ന പള്ളിയും പരിസരവും നയനമനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ഈ മാസം 14 നട അടയ്ക്കുന്ന ദിവസം വരെ ദീപാലങ്കാരം ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. സംസ്ഥാന സർക്കാർ നെൽകർഷകരെ കബളിപ്പിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു. സംഭരിച്ച നെല്ലിന്റെ വില കർഷകർക്ക് ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് തിരുനക്കര പാടി സിവിൽ സപ്ലൈസ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സജി മഞ്ഞക്കടമ്പിൽ. കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് തിരുനക്കരപ്പടി സിവിൽ സപ്ലൈസ് ഓഫീസിന് മുന്നിൽ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി പ്രതിഷേധ സമരം നടത്തി. സമരത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പാർട്ടി ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ നിർവഹിച്ചു. സംസ്ഥാന സർക്കാർ 6 മാസം മുമ്പ് കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ വില ഓണം പടിവാതിക്കൽ എത്തിയിട്ടും നൽകാതെ PRS രസീത് നൽകി കബളിപ്പിക്കുകയാണെന്നും നെൽകർഷകരെ ഓണം ഉണ്ണാൻ അനുവദിക്കാതെ സംസ്ഥാന സർക്കാർ കിരാതമായി വേട്ടയാടുകയാണെന്നും ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു. വിലക്കയറ്റം മൂലം ജനങ്ങൾ പൊറുതിമുട്ടി നിൽക്കുമ്പോൾ സപ്ലൈകോയിൽ പോലും അമിത വില ഈടാക്കി സാധാരണക്കാരെ വഞ്ചിക്കുകയാണെന്നും സജി പറഞ്ഞു. ഇടിഞ്ഞിരിക്കുന്നു, കാർഷിക വിളകളുടെ വില ആകെ തകർന്നിരിക്കുന്നു, ജനങ്ങൾ ആകെ ദുരിതരായിരിക്കുന്നു. സപ്ലൈകോ നിങ്ങളൊന്ന് കയറി നോക്കൂ. ഇന്നലെ പത്രത്തിൽ കണ്ടില്ലേ, 7 രൂപയാണ് പഞ്ചസാരയ്ക്ക് വില വർദ്ധിപ്പിച്ച്. സപ്ലൈകോ എന്ന് പറഞ്ഞാൽ ഇവിടെ സാധനങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക്
തോന്നുന്നില്ല. പലപ്പോഴും സാധനങ്ങളിൽ ഉണ്ടെങ്കിൽ തന്നെ പൊതുവിപണിയിൽ ലഭിക്കുന്നതിനേക്കാൾ വലിയ വിലയ്ക്കാണ് സപ്ലൈകോ ഇവിടെ സാധനം വിതരണം ചെയ്യുന്നത്. വിലക്കയറ്റം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ പാവപ്പെട്ടവരെ അല്ലെങ്കിൽ എന്താ പറയുക, ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു, പട്ടിണിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്ന ഈ ഗവൺമെന്റ് നീതി പുലർത്തണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ അധ്യക്ഷനായി. സംസ്ഥാന വൈസ് ചെയർമാൻ ബാലുജി വെള്ളിക്കര, ട്രഷറർ റോയി ജോസ്, ജനറൽ സെക്രട്ടറിമാരായ മോഹൻദാസ് അമ്പലാറ്റിൽ, ലൗജിൻ മാളിയക്കൽ, ജോയ്സി കാപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെല്ലിന്റെ പണം ലഭിക്കാതെ കഷ്ടത അനുഭവിക്കുന്ന കർഷകർ അരി വാങ്ങാൻ നിർവാഹമില്ലാതെ കട്ടൻ കാപ്പി കുടിച്ച് ജീവിതം മുന്നോട്ടു പോകാൻ തയ്യാറാകണമെന്ന് ആഹ്വാനം ചെയ്ത് സർക്കാർ പഞ്ചസാരയ്ക്ക് വില കൂടിയ സാഹചര്യത്തിൽ മധുരമില്ലാത്ത കട്ടൻ കാപ്പി ഉണ്ടാക്കി വിതരണം നടത്തി പ്രവർത്തകർ പ്രതിഷേധിച്ചു. നാട്ടകം മുളങ്കുഴിയിൽ ബൈക്കും ഗ്യാസ് ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് പാക്കിൽ സ്വദേശിയായ യുവാവ് മരിച്ചു. പാക്കിൽ ഉഴപ്പിത്തറ ചെറുക്കാത്തറ വീട്ടിൽ ജോൺസൺ ചെറിയാന്റെ മകൻ നിഖിൽ ജോൺസണാണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:15 അപകടം. കോട്ടയം ഭാഗത്തേക്ക് വരികയായിരുന്ന ഗ്യാസ് ടാങ്കർ ലോറിയുടെ മുന്നിലേക്ക് നിയന്ത്രണം നഷ്ടമായ ബൈക്ക് മറിയുകയായിരുന്നു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് അഗ്നിരക്ഷാ സേനാ സംഘം സ്ഥലത്തെത്തി. ഇവരുടെ ആംബുലൻസിലാണ് മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അപകടത്തെ തുടർന്ന് MC റോഡിൽ ഗതാഗതം സ്തംഭിച്ചു. പൊൻകുന്നത്ത് നടക്കുന്ന ഗണേശോത്സവം ഞായറാഴ്ച സമാപിക്കും. നിരവധി പേരാണ് ഗണേശോത്സവത്തിൽ പങ്കെടുക്കാൻ രാജേന്ദ്ര മൈതാനിയിലേക്ക് എത്തുന്നത്. വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് പൊൻകുന്നത്ത് നടക്കുന്ന ഗണേശോത്സവം പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധ നേടുന്നു. മറാത്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ഛത്രപതി ശിവാജിയുടെ കാലഘട്ടത്തിലാണ് തജിത്ത് ഗണേശോത്സവം ആരംഭിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. 17ാമത് ഗണേശോത്സവമാണ് പൊൻകുന്നം രാജേന്ദ്ര മൈതാനിയിൽ നടക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ ചിത്രരചനാ മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് കുരുക്ഷേത്ര ബുക്സ് മാനേജിംഗ് ഡയറക്ടർ ഖാഭ സുരേന്ദ്രൻ പ്രഭാഷണം നടത്തി. മതേതര ഭരണഘടനയുടെ ആഭിമുഖ്യത്തിലുള്ള 22 ചിത്രങ്ങളെ വിശദീകരിക്കേണ്ടതാണ്. പക്ഷേ നമുക്കിപ്പോൾ അതിന് സമയമില്ല. അതിൽ ചില ചിത്രം സീതയെ ലങ്കയിൽ നിന്ന് വീണ്ടെടുത്ത് പുഷ്പക വിമാനത്തിൽ വരുന്ന രാമന്റെ ചിത്രം, വേദകാല ഗുരുകുലത്തിന്റെ ചിത്രം, ബുദ്ധനും ശിഷ്യരും ഇരിക്കുന്ന ചിത്രം, ഋഷിമാർ യജ്ഞം ചെയ്യുന്ന ചിത്രം, ഗീതോപദേശത്തിന്റെ ചിത്രം തുടങ്ങി 1947 അവസാനിച്ച സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ അടയാളം വരെയുള്ള 10,000 കണക്കിന് വർഷങ്ങളുടെ ചരിത്രത്തെ 22 ചിത്രങ്ങളിൽ ആലേഖനം ചെയ്തിരിക്കും. ആ ചിത്രങ്ങളിൽ ഞാൻ ഈ പറഞ്ഞത് ഉണ്ട്. മതേതര ഭരണഘടനയിൽ എങ്ങനെയാണ് ഗീതോപദേശത്തിന്റെ ചിത്രം വരുന്നത്, മതേതര ഭരണഘടനയിൽ എങ്ങനെയാണ് സീതയെ വീണ്ടെടുത്തു വരുന്ന രാമന്റെ ചിത്രം വരുന്നത്, യജ്ഞത്തിന്റെ ചിത്രം വരുന്നത് എങ്ങനെയാണ് എന്ന് നിയമം പഠിച്ചിട്ടുള്ളവരോ പഠിപ്പിക്കുന്നവരോ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ചിത്രങ്ങളെല്ലാം ഹിന്ദുത്വത്തിന്റെ അടയാളമല്ലേ? അപ്പോൾ ഹിന്ദുത്വത്തിന്റെ അടയാളം ഭരണഘടനയിൽ വന്നു എന്ന് പറഞ്ഞെന്നാൽ ആ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരു RSS അംഗവും ഇല്ല. അന്ന് ഇതൊന്നും ഉണ്ടായിട്ടില്ല, BJP ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ മതേതര വിശ്വാസികളെല്ലാം ചേർന്ന് ഈ പറയുന്ന ചിത്രങ്ങളൊക്കെ ഭാരതത്തിന്റെ ചിത്രങ്ങളാണ്, അതിന്റെ ചരിത്രമാണ്, അതിന്റെ അടയാളമാണ്. അനേകായിരം കൊല്ലക്കാലത്തെ ഭാരതത്തിന്റെ ചരിത്രത്തിന്റെ വിവിധ കാലഘട്ടങ്ങളിലെ അടയാളമാണ് എന്നവർ പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ഈ മതേതരത്വത്തിന്റെ പേരിൽ ഭാരതീയതയെ, ഹിന്ദുത്വത്തെ തള്ളിപ്പറയുന്നവർ ഉത്തരം പറയേണ്ടതാണ്. ഈ പൊൻകുന്നം പട്ടണത്തിൽ വിശദീകരിക്കേണ്ടതാണ്. ഞായറാഴ്ച ഗണേശോത്സവം സമാപിക്കും. രാവിലെ 10-ന് പൊൻകുന്നം സത്യസായി സേവാ സമിതിയുടെ ഭജൻസും ഉച്ചകഴിഞ്ഞ് ഭക്തിഗാനമേളയും നടക്കും. വൈകുന്നേരം 4 മണിക്ക് വിഗ്രഹ നിമഞ്ജന മഹാഘോഷയാത്ര നടക്കും. മണക്കാട് ഭദ്രതീർത്ഥത്തിൽ വിഗ്രഹം നിമഞ്ജനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് മേൽശാന്തി ഹരികുമാർ കെ വിഷ്ണു നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം നടന്നു. നിരവധി ഭക്തർ പങ്കാളികളായി. ചിത്രരത്നവിചിത്രാംഗം ചിത്രമാലാവിഭൂഷിതം ചിത്രരൂപതരം ദേവം വന്ദേഹം ഗണനായകം
ഗജവക്രം സുരശ്രേഷ്ഠം കർണചാമരഭൂഷിതം പാശാങ്കുശധരം ദേവം വന്ദേഹം ഗണനായകം മൂഷികോത്തമമാരുഹ്യ ദേവാസുരമഹാഭവേ യോദ്ധുകാമം മഹാവീര്യം വന്ദേഹം ഗണനായകം. അകലക്കുന്നം കൃഷിഭവന്റെ നേതൃത്വത്തിൽ സെമിനാർ നടത്തി. തെങ്ങിന്റെ സംയോജിത കീടരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു സെമിനാർ. തെങ്ങിലെ സംയോജിത കീടരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി അകലകുന്നം കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ തെങ്ങിന്റെ ശാസ്ത്രീയ കൃഷിരീതികളും കീടരോഗ നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. സബാർഡിന്റെയും കുമരകം KVKയുടെയും സഹകരണത്തോടെയായിരുന്നു പരിപാടി. അകലകുന്നം പഞ്ചായത്ത് ഹാളിൽ നടന്ന സെമിനാർ പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി ഞായർകുളം അധ്യക്ഷനായിരുന്നു. കൃഷി ഓഫീസർ ഡോക്ടർ രേവതി ചന്ദ്രൻ, കേരവികസന സമിതി പ്രസിഡന്റ് PJ കുര്യൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി ബാബു, വാർഡ് മെമ്പർമാരായ രാജശേഖരൻ നായർ, മാത്തുക്കുട്ടി ആന്റണി, ജോർജ് തോമസ്, രഘു KK, ഷാൻഡി ബാബു, ടെസ്സി രാജു, സീമ പ്രകാശ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ വിഷയങ്ങളിൽ കുമരകം KVK അഗ്രി എൻഡമോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സ്മിത രവി, ഹോർട്ടിക്കൾച്ചർ അസിസ്റ്റന്റ് പ്രൊഫസർ മാനുവൽ അലക്സ് തുടങ്ങിയവർ ക്ലാസ് എടുത്തു. കർഷകർക്ക് കീടരോഗ നിയന്ത്രണത്തിനുള്ള ട്രൈക്കോമോഡെർമ കേക്ക്, ട്രൈക്കോമോഡെർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം എന്നിവ വിതരണം ചെയ്തു. പഞ്ചായത്ത് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശശികല, രാജേഷ് KR, കേരസമിതി സെക്രട്ടറി രാധാകൃഷ്ണൻ MK, പാമ്പാടി ബ്ലോക്ക് MLRP ഹരികുമാർ മറ്റക്കര, പഞ്ചായത്ത് CPRP ടിസ് ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കാഞ്ഞിരപ്പള്ളി രൂപത SAYMന്റെ നേതൃത്വത്തിൽ 8 നോമ്പാചരണത്തിന്റെ ഭാഗമായി മരിയൻ തീർത്ഥാടനം നടത്തി. പൊൻകുന്നം ഹോളി ഫാമിലി ഫൊറോന പള്ളിയിൽ നിന്നും കാഞ്ഞിരപ്പള്ളി പഴയ പള്ളിയിലേക്കായിരുന്നു തീർത്ഥാടനം. പള്ളി വികാരി ഫാദർ ജോണി ചെരിപ്പുറം പദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. നിരവധി വിശ്വാസികൾ തീർത്ഥാടനത്തിൽ പങ്കെടുത്തു. വാഹനാപകടത്തെ തുടർന്ന് യുവാവിന്റെ നഷ്ടമായ ഇടതുകൈയുടെ ചലനശേഷി വീണ്ടെടുത്ത് പാല മാർസ്ലീവ മെഡിസിറ്റി. അതിസങ്കീർണമായ ശസ്ത്രക്രിയയാണ് യുവാവിന് നടത്തിയത്. അപകടത്തെ തുടർന്ന് പൂർണ്ണമായി ചലനശേഷി ഇല്ലാതായ യുവാവിന്റെ ഇടതുകൈ അപൂർവ ശസ്ത്രക്രിയയിലൂടെ മാർസ്ലീവ മെഡിസിറ്റിയിൽ പുനർജീവിപ്പിച്ചു. 1.5 വർഷത്തോളം ചലനമില്ലാതിരുന്ന ഇടതുകൈ സാധാരണ നിലയിലായതോടെ 25-കാരനായ യുവാവ് വീണ്ടും വാഹനത്തിന്റെ വളയം പിടിച്ചു തുടങ്ങി. കാഞ്ഞിരപ്പള്ളി സ്വദേശിയും മിനി ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഡ്രൈവറുമായ യുവാവാണ് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. 1.5 വർഷം മുൻപാണ് റാന്നി മണിമല റൂട്ടിൽ വെച്ച് യുവാവ് അപകടത്തിൽപ്പെട്ടത്. 1.5 വർഷം മുൻപ് റാന്നി മണിമല റൂട്ടിൽ വെച്ചാണ് യുവാവ് ബൈക്ക് അപകടത്തിൽപ്പെട്ടത്. ഇടതുകൈയിലേക്കുള്ള ഞരമ്പുകൾ സുഷുമ്ന നാഡിയിൽ നിന്നും വേർപെട്ടതിനെ തുടർന്ന് ഇടതുകൈയുടെ ചലനശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ടുപോയി. താടിയെല്ലിന് പരിക്കേറ്റ് നാക്ക് മുറിഞ്ഞു പോകുകയും ചെയ്തിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉൾപ്പെടെ മാസങ്ങളോളം ചികിത്സ തേടി. മറ്റു പരിക്കുകൾ ഭേദമായെങ്കിലും ഇടതുകൈയുടെ ചലനശേഷി തിരിച്ചു കിട്ടിയില്ല. ഇതേ തുടർന്ന് മാർസ്ലീവ മെഡിസിറ്റിയിൽ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ ചികിത്സ തേടുകയായിരുന്നു. ആശുപത്രി ചീഫ് ഓഫ് മെഡിക്കൽ സർവീസും സീനിയർ കൺസൾട്ടന്റുമായ എയർ കോമഡോർ ഡോക്ടർ പോളിൻ ബാബുവിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയ ശേഷം അപൂർവ ശസ്ത്രക്രിയ തീരുമാനിച്ചു. ഇടതുകൈ വീണ്ടും ചലിപ്പിക്കുന്നതിനായി വലതുകൈയിലുള്ള ഞരമ്പിൽ നിന്നും ഇടതുവശത്തേക്ക് പുതിയ ഞരമ്പ് ഗ്രാഫ്റ്റ് ചെയ്തു വയ്ക്കുന്ന ശസ്ത്രക്രിയയാണ് നടത്തിയത്. ഇതിനായി കാലിൽ നിന്നും 35 സെന്റിമീറ്റർ നീളത്തിൽ ഞരമ്പ് ഗ്രാഫ്റ്റ് എടുത്തു. തുടർന്ന് കഴുത്തിന്റെ വലതുവശത്തു നിന്നും വേർപെടുത്തിയ ജീവനുള്ള ഞരമ്പിലേക്ക് ഫങ്ഷണൽ നെർവ് ട്രാൻസ്ഫർ എന്ന ശസ്ത്രക്രിയയിലൂടെ ഗ്രാഫ്റ്റ് കഴുത്തിന് കുറുകെ കൊണ്ടുവന്ന് ഇടതുകൈയിലെ തളർന്ന ഞരമ്പിലേക്ക് കൂട്ടിയോജിപ്പിക്കുകയാണ് ചെയ്തത്. മണിക്കൂറുകൾ നീണ്ട അതിസൂക്ഷ്മ മൈക്രോ ശസ്ത്രക്രിയയിലൂടെയാണ് പുതിയ ഞരമ്പ് പിടിപ്പിച്ചത്. പ്ലാസ്റ്റിക് സർജറി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ അശ്വതി ചന്ദ്രൻ, അനസ്തേഷ്യോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ശിവാനി ബക്ഷി എന്നിവരും ശസ്ത്രക്രിയയിൽ പങ്കെടുത്തു. ഫിസിയോതെറാപ്പിയിലൂടെ ചലനശേഷി പൂർണ്ണമായും തിരിച്ചെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല. പാലാ നഗരസഭയുടെ നേതൃത്വത്തിൽ സംരംഭകത്വ പരിശീലനവും ഉൽപ്പന്ന വിപണന മേളയും നടത്തി. നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തൽ മേള ഉദ്ഘാടനം ചെയ്തു.
പാലാ നഗരസഭയുടെയും താലൂക്ക് വ്യവസായ ഓഫീസിന്റെയും ആഭിമുഖ്യത്തിൽ പരിശീലനം പൂർത്തിയാക്കിയവരുടെ സർട്ടിഫിക്കറ്റ് വിതരണവും പുതിയ സംരംഭകരുടെ ഉൽപ്പന്ന വിപണന മേളയും നഗരസഭ ഓപ്പൺ ഹാളിൽ നടന്നു. സർട്ടിഫിക്കറ്റ് വിതരണവും മേളയുടെ ഉദ്ഘാടനവും ചെയർമാൻ ഷാജു തുരത്തൻ നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവുകാട്ട് അധ്യക്ഷത വഹിച്ചു. പരിശീലനത്തിൽ താലൂക്കിലെ 150 പേർ 2 ബാച്ചുകളിലായി പങ്കെടുത്തു. ഭക്ഷ്യ സംസ്കരണം, ഉൽപാദനം, വിപണനം എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം നടന്നത്. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലിസിക്കുട്ടി മാത്യു, ബൈജു കൊല്ലംപറമ്പിൽ, കൗൺസിലർമാരായ ജോസിൻ ബിനോ, ആനി ബിജോയ്, വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥരായ VR രാഗേഷ്, മിനിമോൾ CG, സിനോ ജേക്കബ്, ഇമാനുവൽ ജോർജ്, അജയ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്. സപ്ലൈകോ പൊൻകുന്നം പീപ്പിൾസ് ബസാറിനോടനുബന്ധിച്ച് ഓണം താലൂക്ക് ഫെയർ സെപ്റ്റംബർ 10 മുതൽ 14 വരെ നടക്കും. 10-ാം തീയതി രാവിലെ 10-ന് നടക്കുന്ന ചടങ്ങിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ഓണം മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യും. പൊൻകുന്നം അട്ടിക്കൽ ആശാദീപം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓണാഘോഷം സെപ്റ്റംബർ 13-ന് നടക്കും. രാവിലെ 10:30-ന് പൊൻകുന്നം രാജേന്ദ്ര മൈതാനിയിൽ നടക്കുന്ന ഓണാഘോഷം ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ ഓണക്കിറ്റ് വിതരണവും രോഗികൾക്കുള്ള ചികിത്സാ സഹായം നൽകുകയും ചെയ്യും. കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജിലെ ബയോകെമിസ്ട്രി വിഭാഗത്തിലേക്ക് കെമിക്കൽസ് വിതരണം ചെയ്യാൻ സെപ്റ്റംബർ 19-ന് ഉച്ചയ്ക്ക് 12-നകം കൊട്ടേഷൻ നൽകാം. അന്ന് ഉച്ചകഴിഞ്ഞ് 3-ന് തുറക്കും. ഫോൺ 048125972779. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണർകാട്ട് നട തുറന്നു. അനുഗ്രഹം ചൊരിഞ്ഞ് അമ്മയെ വണങ്ങി ആയിരങ്ങൾ. നെൽകർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ തുക ഉടൻ നൽകണമെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി. കോട്ടയത്ത് പാടി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ. നാട്ടകം മുളങ്കുഴിയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. മരിച്ചത് പാക്കിൽ സ്വദേശി നിഖിൽ. അപകടമുണ്ടായത് ബൈക്ക് നിയന്ത്രണം വിട്ട് ഗ്യാസ് ടാങ്കർ ലോറിയിലിടിച്ച്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.